മാതൃഭൂമി ചാനൽ ചർച്ചയിൽ ജയിക്കുന്നല് കോൺഗ്രസിൻ്റെ പിൻവാതിൽ നിയമനമായിട്ടുള്ള തോറ്റ MLA ഒന്ന് ചുവരിലൊട്ടിച്ചിട്ടുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയെ ഒന്ന് കയറി ചൊറിയാൻ നോക്കിയതാണ്. അതായത് പുണ്യാളം മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ കൈവശമുണ്ടായിരുന്ന മാന്ത്രിക വടിവെച്ച് മുക്കിന് മൂലയ്ക്ക് വീട് വെച്ച് കൊടുത്തു, അതിന് തെളിവുണ്ട് എന്നുള്ള ഒരു തള്ളി. ചാനൽ ചർച്ചയിൽ പൊതുവെ ഇടതുപക്ഷക്കാർ പങ്കെടുക്കുന്നത് ഈ കൈരേഖ വച്ചിട്ടല്ലല്ലോ. കൈരേഖ വെച്ച് സംസാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ആക്ഷേപിച്ച് അങ്ങ് രക്ഷപ്പെട്ട് കളയാമെന്ന് നമ്മുടെ തക്കട് പോയി ഒന്ന് ശ്രമിച്ചതാണ്. ബാക്കി പറയേണ്ടതില്ലല്ലോ, കാഴ്ചയിൽ കാണും. ഈ പറഞ്ഞ ക്യാപ്സ്യൂൾ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് CPM പറയുന്ന ഒരു ക്യാപ്സ്യൂളാണ്. ഇനി ഞാൻ പറയുന്ന കണക്കുകൾ ശ്രീ ജയ്ക്ക് കേൾക്കണം. ജയ്ക്ക് തന്നെ പറ, ഏതെങ്കിലും ഒരു സർക്കാർ 3000 വീട് മാത്രമാണ് 5 വർഷം കൊണ്ട് വെക്കുന്നത്. അന്ന് SC വകുപ്പിന്റെ പദ്ധതിയുണ്ട്, ST വകുപ്പിന്റെ പദ്ധതിയുണ്ട്, ട്രൈബൽ മേഖലയിലെ പദ്ധതിയുണ്ട്, ഫിഷറീസിന്റെ പദ്ധതിയുണ്ട്, പല സ്കീമുകളുണ്ട്. അതിന് രേഖയുണ്ട്. ഇപ്പൊ ഞാൻ മറ്റേ ചിലരെ പോലെ കൈരേഖ എന്തായാലും ഞാൻ കാണിക്കത്തില്ല. അദ്ദേഹം പറഞ്ഞത് കൈരേഖ നോക്കി മാത്രം പ്രസംഗിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ, അല്ലെങ്കിൽ വ്യക്തിപരമായി ഞാനെന്ന നിലയിലാണ്. ഞാൻ സംസാരിച്ച് ഏതാണ്ട് 1 മിനിറ്റ് പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് അങ്ങയുടെ പാർട്ടിയുടെ മുൻ നേതാവും നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി 2016 ഫെബ്രുവരി മാസം 24